സർക്കാരിനെയും നേതാക്കളെയും രൂക്ഷമായി വിമർശിച്ച് സിപിഐ. സർക്കാരും മുന്നണിയും പിണറായി വിജയനിലേക്ക് ചുരുങ്ങിയെന്ന് സിപിഐ സംസ്ഥാന കൌൺസിലിൽ വിമർശനം. ഇടതുമുന്നണി കൺവീനർ ആയിരിക്കാനുള്ള പക്വത ഇ.പി. ജയരാജന് ഇല്ലെന്നും സിപിഐ. എ.കെ. സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷമുള്ള ഈ വിമർശനങ്ങൾ അത് പുതുമയുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഈ വിമർശനങ്ങൾ അതിന്റെ ശക്തി ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. സംസ്ഥാന കൌൺസിലിനാണ് വലിയ രീതിയിലുള്ള വിമർശനമുണ്ടായത്. എന്തായിരുന്നു കൌൺസിൽ നടന്നത്? പൂജ, ഭരണവിരുദ്ധ വികാരം പരാജയ കാരണമായെന്ന് തന്നെയാണ് സിപിഐയും വിലയിരുത്തുന്നത്. സിപിഐയുടെ സംസ്ഥാനതല തിരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിലും ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സിപിഎമ്മിന്റെ ശൈലിക്ക് എതിരെയും ഇന്ന് സിപിഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ വിമർശനം ശക്തമായിരുന്നു. എന്നാൽ സ്വന്തം വീഴ്ചകൾ കൂടി തുറന്നു പറയാൻ പാർട്ടി തയ്യാറാകണമെന്ന ആവശ്യവും ഇന്നത്തെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഉയർന്നു. ഇന്നും നാളെയുമായി ചേരുന്ന സംസ്ഥാന കൌൺസിൽ യോഗം ഇക്കാര്യത്തിലൊക്കെ തന്നെ വിശദമായി ചർച്ചകൾ നടത്തും. മുഖ്യമന്ത്രിയുടെ ശൈലി അടക്കം യോഗത്തിൽ വിമർശന വിധേയമായെങ്കിലും റിപ്പോർട്ടിൽ അക്കാര്യം പരാമർശിക്കേണ്ട എന്നതാണ് ഒരു ധാരണയായി എത്തിയിരിക്കുന്നത്. LDFിനും സർക്കാരിനും ഉണ്ടായ പാളിച്ചകൾ തിരുത്താൻ സിപിഐയും യഥാസമയം ഇടപെടണം എന്നൊരു അഭിപ്രായവും യോഗത്തിൽ ഉണ്ടായി. അതോടൊപ്പം തന്നെ ഇ.പി. ജയരാജനെതിരെയും കടുത്തൊരു വിമർശനം സിപിഐ എക്സിക്യൂട്ടീവിൽ ഉയർന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇ.പി. ജയരാജനും അതോടൊപ്പം തന്നെ BJP മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന ജാവ്ദേക്കറും തമ്മിലുള്ള കൂടിക്കാഴ്ച അത് തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ അത്തരത്തിൽ വാർത്താ വിവാദമായിട്ട് ഇടതുമുന്നണിക്ക് അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പിൽ വലിയ തരത്തിൽ തിരിച്ചടിയായി എന്നൊരു വിമർശനവും ഉയർന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സർക്കാരിന്റെ അഭിമാനമായി സർക്കാർ എടുത്തു കാട്ടിയിരുന്ന ഒന്നായിരുന്നു നവകേരള സദസ്സ്. നവകേരള സദസ്സ് തികഞ്ഞ ഒരു പരാജയമായി ആണ് എന്നുള്ള ഒരു വിമർശനവും പല നേതാക്കളുടെ ഭാഗത്തു നിന്ന് എക്സിക്യൂട്ടീവിൽ ഉയർന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അതോടൊപ്പം തന്നെ സർക്കാർ മുന്നണിയും പിണറായി വിജയൻ എന്ന ഒറ്റ വ്യക്തിയിലേക്ക് ചുരുങ്ങുന്നു. ഇത് ഒരു തിരുത്തലിന് വേണ്ടി സിപിഐക്ക് കഴിയുന്നില്ല. ആ തരത്തിൽ നിലകൊള്ളുന്നതിന് വേണ്ടി സിപിഐയുടെ നേതാക്കൾക്ക് കഴിയുന്നില്ല എന്നൊരു വിമർശനവും അത്തരത്തിലുള്ള വിലയിരുത്തലും സിപിഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉണ്ടായി. ശരി, സിപിഐ സംസ്ഥാന കൌൺസിലാണ് അതിരൂക്ഷ വിമർശനം ഉയർന്നത്.